ബി കെ സുഹേൽ ചേരുകയാണ് വീണ്ടും. ബി കെ സുഹേൽ, ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വതന്ത്ര അധികാരമുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ പരമോന്നതമായ നീതി വ്യവസ്ഥകളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ കടന്നുകയറ്റം, ലോക പോലീസ് എന്ന് സ്വയം വിശേഷിക്കുന്ന അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ തന്നെ ബന്ദിയാക്കി വെക്കുന്ന സമീപനം, ഈ അമേരിക്കയുടെ ഈ നടപടിക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം വെനസ്വേലയിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഇതുവരെ വെനസ്വേലൻ സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദമാണ് നിക്കോളാസ് മദുറോയെ പൊക്കി അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബന്ദിയാക്കി എന്നുള്ളത്. പക്ഷേ സർക്കാർ ഇത് സ്ഥിരീകരിക്കുന്നില്ല. ഇനി അമേരിക്കൻ സമയം 11 മണിക്ക് ട്രംപിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിടുക. അപ്പോഴും നിക്കോളാസ് മദുറോ ഇപ്പോൾ എവിടെയാണുള്ളത്, അവിടെ നിന്നും കാരക്കസിൽ നിന്നും നിക്കോളാസ് മദുറോയെ ബന്ദിയാക്കാനും അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടത്തേക്ക് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരുപക്ഷെ വാർത്താ സമ്മേളനം കഴിയേണ്ടി വരും. അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരമൊരു നടപടി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു പുലരിയിലേക്ക് വെനസ്വേല പിറക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? വലിയൊരു പ്രക്ഷോഭം അവിടെ ഉണ്ടാകുമോ? ഇനി അത്തരമൊരു പ്രക്ഷോഭം ഉണ്ടായാൽ തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ വൻതോതിൽ നിലമൊരുക്കിയതിന് ശേഷം മാത്രമാണ് അമേരിക്ക ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള ജനങ്ങളിൽ വലിയൊരു വിഭാഗം അവിടെ നിന്ന് പലായനം ചെയ്ത് കഴിഞ്ഞു. ജനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പ്രതിപക്ഷത്തെയും നിക്കോളാസ് മദുറോക്കെതിരെയുള്ള ഒരു ടീമിനെയും നേരത്തെ തന്നെ CIA ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ വൻതോതിലുള്ള ഒരു നിലമൊരുക്കിയതിന് ശേഷമാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ അന്താരാഷ്ട്ര ക്രിമിനൽ ആണ് ഈ ഒരു നിക്കോളാസ് മദുറോ എന്ന് പറഞ്ഞുകൊണ്ട് മദുറോക്കെതിരായ ഏതൊരു നടപടിക്കുമുള്ള ഒരു നിലം ഒരുക്കിയിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള നിക്കോളാസ് മദുറോയുടെ രാജ്യത്ത് നിന്നും തങ്ങളുടെ രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് വൻതോതിൽ ലഹരി സംഘങ്ങൾ ഒഴുകുകയാണ്. അതിനെ നിയന്ത്രിക്കുന്നത് വരെ നിക്കോളാസ് മദുറോയുടെ ടീമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളുടെ നിലപാട് എന്ത് തന്നെ ആയിരുന്നാലും അമേരിക്കൻ സാമ്രാജ്യത്തിന് ഈ തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. നമ്മൾ മറ്റുള്ള യുദ്ധങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്, അമേരിക്ക ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തന്നെ ലോകക്രമത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അമേരിക്കയുമായി ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. ഇനി നമ്മൾ ആ തരത്തിലുള്ള ഏതെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അമേരിക്കൻ നിലപാടുകൾക്കെതിരെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അവിടേക്ക് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമോ ഉണ്ടാകാനുള്ള, അമേരിക്കക്കെതിരെ നടപടികൾക്കെതിരെയുള്ള നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം, 2024 ഇലക്ഷന് ശേഷമാണ് ഈ രൂപത്തിലുള്ളൊരു അട്ടിമറിക്ക് അമേരിക്ക ശ്രമം നടത്തി കൂടുതൽ അത് സജീവമാക്കിയിരുന്നത്. ആ ഇലക്ഷൻ അവിടെ വലിയ ക്രമക്കേട് നടന്നു. യഥാർത്ഥത്തിൽ അവിടെ ജയിക്കേണ്ടത് പ്രതിപക്ഷമായിരുന്നു എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നിക്കോളാസ് മദുറോയെ ഈ അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഒരു പുലർച്ചെ 1:30 കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 7 ഇടങ്ങളിൽ സ്ഫോടനം നടത്തി. ആ സ്ഫോടനങ്ങളിൽ ഇനി എത്ര പേർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ വെനസ്വേലൻ സർക്കാർ അറിയിക്കുന്നത്, ഇതിന് പിന്നിൽ അമേരിക്കയാണ്. അമേരിക്ക വലിയ അട്ടിമറി ശ്രമം നടത്തുന്നു, വെനസ്വേലയെ കോളനിയാക്കാൻ ശ്രമിക്കുന്നു. ഈ കോളനിവൽക്കരണത്തിനെതിരെ ലോകത്തിന്റെ വലിയ പ്രതിഷേധം ഉയരണം എന്ന ഒരു പാരഗ്രാഫ് മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഏതായാലും 1835 വെനസ്വേല അമേരിക്കയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നെ 1900 തുടക്കത്തോടെ വെനസ്വേലയിൽ വ്യാപകമായ എണ്ണ വ്യാപാരം കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അലയൊലിച്ചിലുകൾ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി എന്നതും ചരിത്രമാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. മദുറോയെ ബന്ദിയാക്കിയെന്ന് ട്രംപ് പറയുന്നു. അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രമാണ് എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.